അപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചില്ല, പോയി വീട്ടിലിരിക്കേണ്ടി വരും. ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചതുകൊണ്ടാണ് 11ാമത്തെ വർഷവും ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യൻ ജനത അല്ലാണ്ട് ഓട് പൊളിച്ചിറങ്ങി വന്നതല്ല. ഇയാൾ ഏത് ചർച്ച വന്നാലും അലമ്പണ്ടാക്കാൻ പണി. അങ്ങനെ സമയത്ത് പറയണോ? അല്ല, അനാവശ്യമായ തർക്കം വേണ്ട. ഒരു വിഷയത്തിന്റെ മെറിറ്റിലെ നമ്മൾ സംസാരിക്കുന്നത്. രണ്ടുപേരും കേൾക്കൂ പ്ലീസ്. ഇതൊരു അക്കാഡമിക്കായ ചർച്ചയല്ലേ? അനാവശ്യമായ വാഗ്വാദങ്ങളിലേക്കും പേഴ്സണൽ അറ്റാക്കിലേക്കും പോകണ്ട. നമ്മളിതിന്റെ വിഷയവും ഇതിന്റെ മെറിറ്റുമല്ലേ സംസാരിക്കുന്നത്. ഈ ചക്കെന്ന് പറയുമ്പം ചുക്കെന്ന് പറയുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അത് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ചോദിച്ചതിനൊന്നുമല്ല ഉത്തരം പറയുന്നത്. വാജ്പേയിയുടെ സർക്കാരിൻ്റെ പേര് പറഞ്ഞു. അതിനുശേഷം മൻമോഹൻ സിംഗിൻ്റെ 10 വർഷം പറഞ്ഞത് അയാളങ്ങ് മെഴുങ്ങിപ്പോയി. അപ്പോൾ മെഴുങ്ങലല്ല ആവശ്യം, കൃത്യമായ കാര്യം പറയണം. എന്തുകൊണ്ട് നിങ്ങൾ നടപ്പാക്കിയില്ല? അതിന് ഉത്തരം പറയണം. അതിന് നിങ്ങൾ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? ഞങ്ങൾ നടപ്പാക്കിയെന്നേ. ഞങ്ങൾ 2023 കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ മിണ്ടായിരിക്കാൻ പറയലോട്. ചർച്ച നടത്തല്ലേ രാജ് കള്ളം പറഞ്ഞാൽ തിരുത്താതിരിക്കാൻ പറ്റും. അയാളോട് മിണ്ടായിരിക്കാൻ പറയുന്നത്. ഇയാളെ ഏത് ചർച്ച വന്നാൽ ഈ കളവാ. ഇയാൾ ഏത് ചർച്ച വന്നാൽ ഈ അലമുണ്ടാക്കൽ പണി. ഇയാൾ ഏത് ചർച്ച വന്നാൽ ഈ അലമുണ്ടാക്കാൻ പണി. അങ്ങനെ തന്നെ സമയത്ത് പറയണോ? അല്ല, അനാവശ്യമായ തർക്കം വേണ്ട. ഒരു വിഷയത്തിന്റെ മെറിറ്റിലെ നമ്മൾ സംസാരിക്കുന്നത്. രണ്ടുപേരും കേൾക്കൂ പ്ലീസ്. ഇതൊരു അക്കാഡമിക്കായ ചർച്ചയല്ലേ? അനാവശ്യമായ വാഗ്വാദങ്ങളിലേക്കും പേഴ്സണൽ അറ്റാക്കിലേക്കും പോകണ്ട. നമ്മളിതിന്റെ വിഷയവും ഇതിന്റെ മെറിറ്റുമല്ലേ സംസാരിക്കുന്നത്. ഷിരാജ് പിനാർ ഒരു സെക്കൻഡ് അദ്ദേഹം പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ താങ്കൾക്ക് അവസരം തരാം. ശരി ഒരൊറ്റ സെക്കൻഡ് ഞാൻ രണ്ടുപേരും ഒന്ന് ക്ഷമിക്കൂ, കേൾക്കൂ. ശരി, നമുക്ക് രണ്ടുപേർക്കും നിങ്ങളുടേതായ അവസരത്തിൽ സംസാരിക്കാമല്ലോ. അല്ല, ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ വിഷയം പറയൂ. അദ്ദേഹം മിണ്ടില്ല. താങ്കൾ വിഷയം പറയൂ. ഇല്ല, വിഷയം പറയൂ. ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ. കോൺഗ്രസിന്റെ എന്താണ് ഇയാളോട് മിണ്ടായിരിക്കാൻ പറയുന്നത്? ഇല്ല, ആരും മിണ്ടുന്നില്ല. താങ്കൾ സംസാരിച്ചപ്പോ ഒരക്ഷരം പോലും ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ കോൺഗ്രസിന്റെ വക്താവ് സംസാരിച്ചപ്പോൾ അത് മുഴുവൻ കേട്ടിരുന്ന ആളാണല്ലോ. ഞാനൊരക്ഷരം പോലും അതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഞാനൊരക്ഷരം പോലും മറുപടി പറഞ്ഞില്ലല്ലോ. അപ്പോൾ എനിക്ക് തരുന്ന സമയത്തിനിടെ കയറി സംസാരിക്കുന്നത് ഒരു നാണം കെട്ട സ്വഭാവമാണ്. അത് പാലിക്കണം. എല്ലാ ചർച്ചയിലും എങ്ങനെ ആ വിഷയത്തിൽ തന്നെ പറയാൻ വരുമ്പോഴാണല്ലോ ഇടയ്ക്ക് സ്ലോട്ടില് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്ലോട്ടിൽ പറഞ്ഞതിന് മറുപടി പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ തടുക്കരുത്, ഞാൻ പറയാനുള്ളത് പറയട്ടെ. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്ലോട്ടിൽ ഇദ്ദേഹം പറഞ്ഞു സവർണ ഹിന്ദുത്വത്തിന്റെ നേതാവാണ് നരേന്ദ്രമോദി. ഞാനത് വിട്ടുകളഞ്ഞു. അതിനൊന്നും മറുപടി പറയാൻ അർഹിക്കാത്ത കൊണ്ട് ഞാൻ വിട്ടു. അദ്ദേഹം പക്ഷേ ഇത് വീണ്ടും അദ്ദേഹം ഉച്ചരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മിസ്റ്റർ കോൺഗ്രസ് വക്താവേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിത് MLA, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ MP-മാര് MLA-മാര് എന്നു മാത്രമല്ല ഇന്ത്യയുടെ രാഷ്ട്രപതി, 2 രാഷ്ട്രപതി, നിങ്ങൾ മനസ്സിലാക്കിക്കോ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് കൊണ്ടുവന്നത് BJP ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP BJP ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MLA ദളിത് വിഭാഗത്തിൽ BLA ആണ്. പിന്നെ വെറുതെ ഇരുന്ന സവർണ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ് ഈ വായാടിത്തം നിർത്ത്, അക്കാഡമിക്കായിട്ട് സംസാരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ദക്ഷിണേന്ത്യയും നോർത്തിൻ്റെയും ഇവിടെ നേരത്തെ വളരെ കൃത്യമായ ചോദ്യമാണ് ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചത്. ആ ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചതിന് അദ്ദേഹം അങ്ങ് ഒഴിഞ്ഞു മാറി. എന്നിട്ട് പറയാണ് അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് നാളെ ഇനിയും ഈ രീതിയിലാണെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് വേണ്ടി വരുമല്ലോ MP-മാർക്ക് ഇരിക്കാനെന്നാണ് ചോദിച്ചേ. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. 2008 ഡീലിമിറ്റേഷൻ ഉണ്ടായല്ലോ കേരളത്തിൽ. അന്ന് 2008 ഡീലിമിറ്റേഷനിൽ 4 സീറ്റ് മലപ്പുറത്ത് കൂടിയില്ലേ? ഞാൻ ചോദിക്കുന്നത് 4 സീറ്റ് മലപ്പുറത്ത് കൂടി എന്നു മാത്രമല്ല ഈ മലബാർ ഏരിയയിൽ സീറ്റ് കൂടുകയും തെക്കൻ കേരളത്തിൽ സീറ്റ് കുറയുകയും ചെയ്തു.
അന്ന് ഈ ജോൺ ബ്രിട്ടാസ് എടുത്ത നിലപാടെന്താ? അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? അന്ന് കോൺഗ്രസ് ഇന്നത്തെ നിലപാട് ഈ സെൻസസ് പ്രകാരം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ആ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 4 സീറ്റ് മലപ്പുറത്ത് കൂടുമോ? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായതുകൊണ്ടാണ് മലപ്പുറത്ത് സീറ്റ് കൂടിയത്. അന്ന് ഇവർ അനുകൂലിച്ചവരല്ലേ? അന്ന് അവരെതിർത്തിരുന്നോ? അപ്പൊ കേരളത്തിൽ അത് മിണ്ടിയിട്ടില്ല. ഇപ്പൊ ഇന്ത്യയിൽ ജനപ്രാതിനിധ്യ നിയമവും അനുസരിച്ച് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. 25 ലക്ഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തു വരുന്നു ഒരു MP-ക്ക് ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ സ്വാഭാവികമായും നാട്ടിൽ വികസനം ഉണ്ടാവണമെങ്കിൽ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പരിഷ്കാരം കൊണ്ടുവരണം. അതിനെ ഇവരെതിർക്കുന്നത് എന്താണ് ഞാൻ ചോദിച്ചത്? എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം അവരല്ലേ പറയേണ്ടത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഇവർ പറയുന്നത് ഉത്തരേന്ത്യ മുഴുവനും BJP ആണ്, അതുകൊണ്ട് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കും. അങ്ങനെ കൂടുതൽ കൊടുത്താൽ അവർ സ്ഥിരം അധികാരത്തിലിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഉത്തരേന്ത്യ മുഴുവനും BJPക്ക് നിങ്ങൾ തീരെഴുതി കൊടുത്തോ എന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറഞ്ഞത്, 84-ാം ഭേദഗതി പ്രകാരം സ്വാഭാവികമായിട്ടും സെൻസസുമായി ബന്ധപ്പെട്ട്, ഏറ്റവും അടുത്ത സെൻസസുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് 2026 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി ലോക്സഭയിൽ വരാനുണ്ട്. അപ്പോൾ അത് ചർച്ചയിൽ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, ഒട്ടും ഭയപ്പെടേണ്ടതില്ല, ഒരാൾക്ക് പോലും വിഷമിക്കേണ്ടതില്ല, ഒരു സംസ്ഥാനത്തോടും അനീതിയില്ല, എല്ലാവർക്കും ഇന്ന് എന്താണോ നടന്നിട്ടുള്ളത്, ഇന്ന് 20 സീറ്റാണ് കേരളത്തിൽ, 80 സീറ്റാണ് UP-യിലെങ്കിൽ ഇതേ താല്പര്യവും ഇതേ സമീപനവുമായിരിക്കും ഭാവിയിലും ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചില്ല, പോയി വീട്ടിലിരിക്കേണ്ടി വരും. ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചതുകൊണ്ടാണ് 11ാമത്തെ വർഷവും ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യൻ ജനത അല്ലാണ്ട് ഓട് പൊളിച്ചിറങ്ങി വന്നതല്ല. ഇവിടുത്തെ ഒരു മിനിറ്റ് ഞാൻ തീർത്തോട്ടെ. ഓട് പൊളിച്ചിറങ്ങി വന്നതല്ല. കോൺഗ്രസിന്റെ വക്താക്കൾ പറയുന്നത് പോലെ എവിടെ, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. കോൺഗ്രസിന്റെ വക്താക്കൾ പറയുന്നത് പോലെ എവിടെ കുത്തിയാലും താമര വന്നിട്ടല്ല. ഇന്ത്യൻ ജനത തെരഞ്ഞെടുത്തതാണ് മോഡി എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത അതിഥിയിലേക്ക് ഇടവേള.